നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ചാവി കണ്ട് പഠിക്കട്ടെ. ഇങ്ങനെയാണ് ഒരു യുവ ടീമിന് കൊണ്ടുപോവേണ്ടത്. ഹൻസി ഫ്ലിക്കിൻ്റെ തുടക്കകാലത്ത് ബാഴ്സ ആരാധകർ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കണക്കുകളൊന്ന് നോക്കുക. എവിടെ എത്തി നിൽക്കുന്നു ബാഴ്സ? ചാവിയുടെ ബാഴ്സയേക്കാൾ മികച്ച രൂപത്തിലാണോ ഫ്ലിക്കിൻ്റെ ബാഴ്സയുള്ളത്? അതാണല്ലോ ചോദ്യം. ഇന്നലെ ശരിയാ, നന്നായി കളിച്ചത് ബാഴ്സയാണ്. പക്ഷെ ഗോളടിക്കാതെ കളി തോറ്റിട്ട് നന്നായി കളിച്ചത് ഞങ്ങളാന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇന്നലെയും പൊട്ടിയതോടുകൂടി ലലീഗയിൽ ഇപ്പോൾ ബാഴ്സലോണയുടെ 1-ാം സ്ഥാനം തന്നെ നഷ്ടമായിരിക്കുകയാണ്. മാത്രമല്ല, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. കഴിഞ്ഞ നവംബർ മാസത്തെക്കുറിച്ച് ഫ്ലിക്ക് പറഞ്ഞത് നശിച്ച നവംബർ പോയി കിട്ടിയല്ലോ, ഇനി ഡിസംബറിൽ കാര്യങ്ങൾ ബെറ്റർ ആവുമെന്നായിരുന്നു. ഡിസംബറിലോ അതേപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ തുടർന്നു. ഒക്ടോബറിൽ വിജയിച്ചു എൽ ക്ലാസിക്കോ പോരാട്ടം 4-0. ഒക്ടോബർ 27 റയൽ മാഡ്രിഡിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വിജയത്തേരോട്ടം നടത്തിയപ്പോൾ ബാഴ്സലോണ ഇനി അങ്ങോട്ട് പൊളിച്ചെടുക്കുമെന്നാണ് ആരാധകർ കരുതിയത്. എസ്പാനിയോളിനോട് തൊട്ടു പിന്നാലെ 3-1 വിജയം. പക്ഷേ അവിടെ തീർന്നു. പിന്നെ കാര്യങ്ങൾ ലലീഗയിൽ കൈവിടുന്ന കാഴ്ച. റയൽ സോസിഡാഡിനോട് ഒക്ടോബർ 11 1-0 തോൽവി. സെൽറ്റ വിഗയോട് ഒക്ടോബർ 11 നവംബർ 11 റയൽ സോസിഡാഡിനോട് 1-0 തോൽവി. അതിനുശേഷം നവംബർ 24 സെൽറ്റ വിഗയോട് 2-2 സമനില. നവംബർ 30 ലാസ് പാൽമാസിനോടാണ് 2-1 തോറ്റത് എന്ന കാര്യം ഓർക്കുക. അതിനുശേഷം പിന്നെ മയോർക്കെതിരെ 1-5 അവർ വിജയിച്ച് കയറുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും റയൽ ബെറ്റീസിനോട് 2-2 സമനില, ലഗാനസിനോട് 1-0 തോൽവി, ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 2-1 തോൽവി. സോ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് പരിതാപകരമായ അവസ്ഥയിലേക്ക് വീഴുന്നു. നിലവിൽ 2-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയേക്കാൾ ഒരു കളിയാണ് കുറച്ച് കളിച്ചിരിക്കുന്നത്. ആ കളി കൂടി അവരുടെ കയ്യിലുള്ള അവർ വിജയിക്കുകയാണെങ്കിൽ 6 പോയിൻറ്റിൻ്റെ ലീഡിലേക്ക് അവർ കടന്നു പോകും. റയൽ മാഡ്രിഡിന് അവരുടെ കയ്യിലുള്ള 2 കളികളുണ്ടല്ലോ, അവർ കുറച്ച് കളിച്ചത്. അത് വിജയിച്ചാൽ ബാഴ്സയേക്കാൾ 5 പോയിൻറ്റുകൾ അവർക്കും ലീഡാവും. കഴിഞ്ഞ 7 ലീഗ് മത്സരങ്ങളിൽ ബാഴ്സലോണ വിജയിച്ചത് ഒറ്റക്കളി മാത്രമാണ്. അവസാനമായി കളിച്ച 6 ലീഗ് മത്സരങ്ങളിൽ നിന്ന് ബാഴ്സലോണ നേടിയത് 2 പോയിൻറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഔട്ട് ഓഫ് ഓൾ ടീംസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ കാര്യങ്ങൾ ഒരു തരത്തിലും ബാഴ്സലോണക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. സോ മുന്നോട്ട് പോകണമെങ്കിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടായേ പറ്റൂ. ഇനിയും നോക്കുക, നമ്മൾ ബാഴ്സലോണയുടെ ഒരു സ്ഥിതിവിശേഷം കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ അവസാനമായി കളിച്ച 6 മത്സരങ്ങളിൽ നിന്ന് ബാഴ്സലോണ 2 കളികളാണ് വിജയിച്ചത് എന്ന് 2 പോയിൻ്റ് നേടിയുള്ളൂ എന്ന് പറയുമ്പോൾ ലലീഗ ടീമുകളിലെ 20 ടീമുകളേക്കാൾ ഏറ്റവും മോശമായിട്ടുള്ള കണക്കാണ് ഈ അവസാനത്തെ 6 കളികളിൽ നിന്നുള്ളത്. ഇനി ബാഴ്സലോണയുടെ പോയിൻറ്റുകൾ 2022-23 സീസണിൽ ഇതേ ഘട്ടത്തിൽ ഇത്രയും മത്സരങ്ങൾ കഴിയുമ്പോൾ 50 പോയിൻ്റാണ് ഫസ്റ്റ് ഹാഫിൽ അവർ നേടിയിട്ടുണ്ടായിരുന്നത് ചാവിയുടെ കീഴിൽ. 2023-24 41 പോയിൻറ്റുകളാണ് ഫസ്റ്റ് ഹാഫിൽ നേടിയിരുന്നത്. ഇപ്പോൾ 2024-25 ലീഗിൻ്റെ പകുതി കഴിയുമ്പോൾ ബാഴ്സയ്ക്കുള്ളത് 38 പോയിൻറ്റുകളാണ്. ചുരുക്കത്തിൽ ബാഴ്സലോണ ചാവിയുടെ കാലഘട്ടത്തിനേക്കാൾ താഴേക്കാണ് ഇവിടെ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലോസ് റേഷ്യോ നോക്കുക. ഈ കഴിഞ്ഞ സമീപകാലത്തെ ബാഴ്സലോണയുടെ കോച്ചുമാരിലെ ഏറ്റവും മോശം ലോസ് റേഷ്യോ ഉള്ളത് ഹൻസി ഫ്ലിക്കിനാണ്. ചാവിക്ക് 15% മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം തോറ്റിട്ടുള്ളൂ. ചാവിയുടെ കീഴിൽ കിക്കെ സെറ്റിയൻ ഓർമ്മയില്ലേ? കിക്കെ സെറ്റിയൻ വാൽവർദയെ പറഞ്ഞു വിട്ടപ്പോൾ കൊണ്ടുവന്ന കിക്കെ സെറ്റിയൻ്റെ കീഴിൽ 16% മത്സരങ്ങളെ ബാഴ്സ തോറ്റുള്ളൂ. റൊണാൾഡോ കുമാൻ്റെ കീഴിൽ 21% കളികൾ ബാഴ്സ തോറ്റെങ്കിൽ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഇപ്പോൾ ബാഴ്സലോണ തോറ്റിരിക്കുന്ന 25% മത്സരങ്ങളിലാണ്. അതായത് സമീപകാലത്തെ 4 കോച്ചുമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും അധികം പരാജയങ്ങൾ വാങ്ങിയിട്ടുള്ളത് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഹൻസി ഫ്ലിക്കാണ് എന്നർത്ഥം. പല കാരണങ്ങളുണ്ട്. കുറേ യുവതാരങ്ങളെ വെച്ചുകൊണ്ടുള്ളൊരു സ്ക്വാഡാണ് ബാഴ്സയുടേത്. സ്ക്വാഡിൻ്റെ ഡെപ്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അത് വെച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ തുടക്കത്തിലുള്ള മാജിക്കൊക്കെ ഇപ്പോൾ എവിടെയോ പോയി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ബ്രേക്ക്, ആ ബ്രേക്ക് എങ്ങനെ ഹൻസി ഫ്ലിക്ക് ഉപയോഗപ്പെടുത്തും? അദ്ദേഹത്തിന് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
അത് അദ്ദേഹത്തിന് കഴിയുമോ? അതനുസരിച്ചായിരിക്കും 2025 ബാഴ്സയുടെ പോക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.